വീട്ടിലൊറ്റയ്ക്ക് താമസിച്ചിരുന്ന പ്രിയംവദയെ അയൽക്കാരന്റെ ശുചിമുറിക്കും മതിലിനുമിടയിൽ ഒരു ഇടുങ്ങിയ ഭാഗത്ത് കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയാണ്. പ്രിയംവദ എന്ന 48-കാരിക്ക് സംഭവിച്ച അതിദാരുണമായ പീഡനവും മരണവുമാണ്. മൂത്ത മകൾക്ക് 4 വയസ്സുള്ളപ്പോൾ 2 മക്കളാണ് പ്രിയംവദയ്ക്കുള്ളത്, രേഷ്മയും ചിഞ്ചുവും. അപ്പോൾ രേഷ്മയും ചിഞ്ചുവും ഒക്കെ ഈ പ്രിയംവദ തന്നെ പല ജോലികൾ, അതായത് കശുവണ്ടി ഓഫീസിൽ, അതുപോലെ വീട്ടുജോലികൾ, അങ്ങനെ എന്തൊക്കെ ജോലി ചെയ്യാമോ അതൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഈ മക്കളെ പഠിപ്പിച്ച് അതിനുശേഷം നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചു ഈ അമ്മ, 48 വയസ്സുള്ള പ്രിയംവദ എന്ന് പറയുന്ന അമ്മ. എന്നിട്ട് ഒരു ഷീറ്റിട്ട വീട്ടിൽ, തകര ഷീറ്റിട്ട വീട്ടിലാണ് പ്രിയംവദ താമസിക്കുന്നത്. പ്രിയംവദയുടെ മൂത്ത മകൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോകുന്നത്. അതിനുശേഷം അയൽപക്കത്തുള്ള ആളുകളുമായി പ്രിയംവദ നല്ല അടുപ്പത്തിലായിരുന്നു. അയൽപക്കത്ത് VS ഭവനിലുള്ള വിനോദുമായും പ്രിയംവദയ്ക്ക് നല്ല അടുപ്പമായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, മറ്റ് ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർക്കറിയാം. ഈ ഇല്ലീഗൽ കണക്ഷൻ, പ്രിയംവദയും വിനോദും തമ്മിലുള്ള ഇല്ലീഗൽ കണക്ഷൻ പലപ്പോഴും ഈ വിനോദിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിനോദിന്റെ അമ്മായിയമ്മ ഇത് കയ്യോടെ പിടിക്കുകയും വിനോദിനെ ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയംവദ വിനോദ് ഇല്ലീഗൽ കണക്ഷൻ. ഏതായാലും കഴിഞ്ഞ 12-ാം തീയതി വ്യാഴാഴ്ച നമുക്കറിയാം, അഹമ്മദാബാദിൽ വിമാന ദുരന്തമൊക്കെ ഉണ്ടായി നാടാകെ വിറങ്ങലിച്ചിരിക്കുന്ന സമയം. രാവിലെ പതിവ് പോലെ അയൽക്കാരൊക്കെ ഉണരുന്നതിന് മുന്നെയാണ് പ്രിയംവദ ജോലിക്ക് പോകുന്നത്. അന്നും പ്രിയംവദ ജോലിക്ക് പോയി എന്നാണ് ബന്ധുക്കൾ, പ്രത്യേകിച്ച് മക്കൾ രേഷ്മയും ചിഞ്ചുവും കരുതിയിരുന്നത്. എല്ലാ ദിവസവും അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളെ വിളിക്കുന്ന ഒരു പതിവുണ്ട്. മക്കളെ വീട്ടിൽ വിളിച്ചിട്ട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന പതിവുണ്ട്. ആ വ്യാഴാഴ്ച വൈകുന്നേരം പ്രിയംവദയുടെ വിളി വീട്ടിൽ എത്തിയില്ല. അപ്പോൾ മക്കൾക്ക് സംശയം, എന്താ അമ്മ വിളിക്കുന്ന സമയം കഴിഞ്ഞു, ഇതുവരെ വിളിക്കുന്നില്ലല്ലോ. അവർ ഉടനെ വീട്ടിൽ ഓടിയെത്തിയപ്പോൾ അമ്മയെ കാണാനില്ല, വീട്ടിൽ അമ്മയില്ല. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വാർഡ് കൗൺസിലറെ, അതായത് പഞ്ചായത്ത് അംഗത്തെ വിളിച്ചു, ശ്യാം. അദ്ദേഹം വന്നിട്ട് നേരെ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പോയി. അന്ന് രാത്രി തന്നെ, 12-ാം തീയതി രാത്രി തന്നെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് പെൺമക്കൾ പരാതി കൊടുക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, പെൺമക്കളും അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അത്രമാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ രാത്രി തന്നെ കൗൺസിലറും വാർഡംഗത്തെയും വിളിച്ചു കൊണ്ടുവന്ന് വെള്ളറട പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിച്ചു. എന്നിട്ടും ഈ വിനോദ്, ഞാൻ പറഞ്ഞല്ലോ അയൽക്കാരനായ വിനോദ്, അയാൾ ഈ പ്രിയംവദയെ കാണാനില്ല എന്ന വാർത്ത അറിയുന്നു. പ്രിയംവദയെ അയാളും അന്വേഷിക്കുന്നു. അയാൾ പ്രിയംവദയുടെ സഹോദരി വത്സലയുടെ മകൻ ബിജുവിനോട് പല ആവർത്തി ചോദിക്കുന്നു, നിന്റെ കുഞ്ഞമ്മയെ കണ്ടെത്തിയോ, അല്ലെങ്കിൽ ആ ബന്ധുവിനെ കണ്ടെത്തിയോ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നു. അന്വേഷണത്തിൽ ഇയാളും പങ്കാളി, അവിടെ പോയിരിക്കാം ഇവിടെ പോയിരിക്കാം എന്നൊക്കെ നാട്ടിൻപുറത്തെ ആളുകളുടെ സംഭാഷണമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ വിനോദ് ഈ പ്രിയംവദയെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പോലീസിനും നാട്ടുകാർക്കും ഒന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഈ വിനോദ് എന്താണ് ചെയ്തത്? വ്യാഴാഴ്ച രാവിലെ പ്രിയംവദയും വിനോദുമായി വഴക്കുണ്ടാകുന്നു. എന്തിൻ്റെ കാര്യത്തിൽ? പ്രിയംവദ വിനോദിന് കുറച്ച് കാശ് നൽകിയിരുന്നു. ആ കാശ് തിരികെ ചോദിച്ചു, അത് വിനോദിന് ഇഷ്ടപ്പെട്ടില്ല. പണം തിരികെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കശപിശയാകുന്നു. വിനോദിന്റെ ഭാര്യ സിന്ധു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. 2 പെൺമക്കൾ, 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികൾ. അവർ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വിനോദ് ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. വിനോദ് തൻ്റെ വീട്ടിലേക്ക് പ്രിയംവദയെ വിളിച്ചു വരുത്തുന്നു. രാവിലെ ജോലിക്ക് പോകുന്ന പ്രിയംവദയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വാക്ക് തർക്കമാകുന്നു. അവിടെ വെച്ച് പ്രിയംവദയെ ഇയാൾ മർദ്ദിക്കുന്നു. മറ്റാരും കാണാനോ കേൾക്കാനോ ഇല്ല. കാരണം ഇയാളുടെ വീട്ടിൽ ഇയാൾ തനിച്ചാണ് താമസം, പ്രിയംവദയുടെ തൊട്ടടുത്ത വീടും. അങ്ങനെ വിനോദും പ്രിയംവദയും തമ്മിൽ മൽപ്പിടുത്തമുണ്ടാകുന്നു. പ്രിയംവദ ബോധം കെട്ട് വീഴുന്നു. എന്നിട്ട് പ്രിയംവദയെ വലിച്ചിഴച്ച് ഇയാൾ കൊണ്ടുപോകുന്നു. ഇയാളുടെ കിടപ്പുമുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയതിനൊക്കെ തെളിവുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിയിരിക്കുന്നു. ഇയാളും അവിടെ ഉണ്ട്. അപ്പോൾ ബോധം വന്നപ്പോൾ പ്രിയംവദ നിലവിളിക്കാൻ തുടങ്ങി, ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ ശ്വാസം മുട്ടിച്ചു. അങ്ങനെ പ്രിയംവദ യാത്രയായി. പ്രിയംവദയ്ക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മൃതദേഹം ഒരു ചാക്കിൽ കെട്ടി ഇയാളുടെ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ മൃതദേഹം സൂക്ഷിക്കുന്നു. മരണത്തിന് സത്യത്തിൻ്റെ മുഖമാണ്. എന്തായാലും തെളിയിക്കപ്പെടും. സത്യമുള്ള സംഭവമാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെ ഈ മൃതദേഹം അവിടെ പൂഴ്ത്തി വെച്ചു. ശനിയാഴ്ചയാണ്, ശനിയാഴ്ച അല്ല, ഞായറാഴ്ചയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്, ഇയാളെ പിടികൂടുന്നതൊക്കെ. ഏകദേശം 3 ദിവസം ഈ ചാക്കിനകത്ത്, 2 ദിവസത്തോളം ചാക്കിനകത്ത് മൃതദേഹം ഇയാളുടെ കിടപ്പുമുറിയിൽ വെച്ചു. വ്യാഴാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയായി. ശനിയാഴ്ച അവധി ദിവസമാണ്. പെൺമക്കൾ വീട്ടിൽ വന്നു. വിനോദിന്റെ വീട്ടിൽ വിനോദിന്റെ സ്വന്തം പെൺകുട്ടികൾ വന്ന് നോക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധമുണ്ട്. അവരിങ്ങനെ എല്ലായിടവും പരിശോധിച്ചു, വല്ല പൂച്ചയോ എലിയോ ഒക്കെ ചത്ത് കിടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കുന്ന കൂട്ടത്തിൽ കട്ടിലിനടി നോക്കിയപ്പോൾ ഒരു ചാക്കുകെട്ട് കണ്ടു. ചാക്കുകെട്ടിന് ഉള്ളിൽ നിന്ന് ഒരു കൈ, മനുഷ്യന്റെ കൈ ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്നതായി കുട്ടികൾക്ക് സംശയം തോന്നി. കുട്ടികൾ ഉടനെ അടുത്ത വീട്ടിലുള്ള മുത്തശ്ശി, അതായത് സരസ്വതി, സിന്ധുവിന്റെ അമ്മ,
വിനോദിൻ്റെ അമ്മായിയമ്മയെ വിവരം അറിയിക്കുന്നു. അമ്മായിയമ്മ വന്ന് ജനാലയിലൂടെ നോക്കി. കാരണം ആ മുറിയിൽ അപ്പോൾ വിനോദ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. കട്ടിലിൻ്റെ പുറത്ത് വിനോദ് കിടന്നുറങ്ങുന്നു. അകത്ത് കട്ടിലിനടിയിൽ ചാക്കിനുള്ളിൽ പ്രിയംവദ നിത്യ നിദ്രയിലുമാണ്. മക്കൾ സംശയം തോന്നി മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി വന്ന് ജനാല വഴി നോക്കി. വീടിനകത്ത് കയറി നോക്കിയില്ല, കാരണം അയാൾ അവിടെ കിടന്നുറങ്ങുകയാണല്ലോ. അപ്പോൾ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്മെല്ല് പോകാൻ വേണ്ടി വിനോദ് ചെയ്തതാണ്. ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാക്ക് കെട്ട് കണ്ടു. അപ്പോൾ ശനിയാഴ്ച ഏകദേശം വൈകുന്നേരമായി ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ. ഇതിനിടയിൽ വിനോദിൻ്റെ സഹോദരൻ സന്തോഷിനോട് പറയുന്നു, വീടൊന്ന് വൃത്തിയാക്കാൻ വരണം. അപ്പോൾ സന്തോഷും അടിച്ച് പാമ്പായി അന്ന് രാത്രി കിടന്ന് ഉറങ്ങിപ്പോയി എന്നാണ് സന്തോഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഒടുവിൽ അന്ന് രാത്രി മക്കൾ വന്നു. എന്തൊക്കെയോ സംശയം ഇയാൾക്ക് തോന്നി. ഇയാൾക്ക് കത്തി പിടിക്കപ്പെടും. അന്ന് കണ്ടപ്പോൾ അന്ന് രാത്രി തന്നെ മൃതദേഹം ചാക്ക് കെട്ട് വലിച്ചു കൊണ്ടുപോയി ഇയാളുടെ ശുചിമുറിക്കും മതിലിനുമിടയിലുള്ള ചെറിയ സ്പേസിൽ കുഴി തോണ്ടി അതിനകത്ത് ഇട്ട് മറവ് ചെയ്യുന്നു. എന്നിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം സന്തോഷ് വന്നു. അതിനിടയിൽ ഈ അമ്മായിയമ്മ സരസ്വതി തൊട്ടടുത്ത പള്ളിയിൽ പോയി വികാരിയച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ചെറിയൊരു സംശയമുണ്ട്, ചാക്ക് കെട്ട് കണ്ടു, അതിനകത്ത് മനുഷ്യൻ്റെ കൈ പോലെ ഉണ്ട്, എനിക്ക് ഇവനെ ചെറിയ സംശയമുണ്ട് എന്ന് അമ്മ സരസ്വതി വികാരിയച്ഛനോട് പറയുന്നു. വികാരിയച്ഛൻ ഉടനെ അവിടുത്തെ വാർഡ് കൗൺസിലറെ വിളിക്കുന്നു. വാർഡ് കൗൺസിലറും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. അദ്ദേഹവും ഈ പ്രിയംവദയെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണല്ലോ. അങ്ങനെ പ്രിയംവദയെ കണ്ട കൗൺസിലർ വരുന്നു. നേരെ വെള്ളറട പോലീസിന് വിവരം അറിയിക്കുന്നു. ഇങ്ങനൊരു സംശയമുണ്ട്, ഇതിനകത്തൊരു ചാക്ക് കെട്ട് കണ്ടു. പോലീസ് ഇരമ്പിപ്പാഞ്ഞെത്തുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടേക്കുന്നു. എങ്ങനെ സന്തോഷും വിനോദും കൂടി വീട് വൃത്തിയാക്കി. സന്തോഷം അറിയുന്നില്ല ഇവിടെ മൃതദേഹം വച്ചിരുന്നു, എന്തോ നാറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതായിരിക്കണം. അവസാനം വീടൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നു. ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. വിനോദിനെയും സന്തോഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചുറ്റുപാടും പരിശോധിച്ചതിൽ നിന്ന് അവിടെ രക്തക്കറയും തലമുടിയും ഒക്കെ കണ്ടു. അങ്ങനെ ആ സംശയത്തിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. അപ്പോഴും ബോഡി കണ്ടെത്തിയിട്ടില്ല പോലീസ്. പിന്നെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വിനോദ് ബബ്ബ അടിച്ച് സത്യം തുറന്നു പറയുന്നത്. അങ്ങനെ അയൽക്കാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ വിനോദ് എന്ന ക്രൂരനായ അയൽക്കാരൻ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നു. സന്തോഷിന് ഇതുവരെ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ വീട് വൃത്തിയാക്കാൻ വന്നപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു, വിനോദ് ഇയാളോട് എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അയൽക്കാരിയായ പ്രിയംവദയെ, 2 പെൺമക്കളുടെ അമ്മയായ പ്രിയംവദയെ, അവരെ വളർത്തി വലുതാക്കി കെട്ടിച്ചു വിട്ട മക്കളോട് ഇത്രയധികം സ്നേഹവും ഇഷ്ടവുമുള്ള ഒരമ്മയെ, നാട്ടുകാർക്ക് പ്രിയങ്കരിയായിരുന്ന പ്രിയംവദയെ അയൽക്കാരനായ വിനോദ് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി വീടിൻ്റെ കട്ടിലിനടിയിൽ 2 ദിവസം സൂക്ഷിച്ച് 3-ാം ദിവസം കുഴിച്ചിട്ട സംഭവത്തിന് പോലീസ് തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും അമ്മായിയമ്മയും ആ പെൺകുട്ടികളുമാണ് കേസിൽ ഈ പ്രതിയെ കുടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത്.